ഇറാന് ഇസ്രായേൽ എന്ന രാജ്യത്ത് പോയിട്ട് മോർ ദാൻ 295 മിസൈലുകൾ ഇസ്രായേൽ എന്ന രാജ്യത്ത് ലോഞ്ച് ചെയ്തു. അതായത് ഒരുപക്ഷെ ഫലസ്തീൻ ജനതയെ കൊന്ന് കൊലവിളിക്കുന്ന ജനോസൈഡ്, നരഹത്യ എന്നൊക്കെ പറയാം, ആ രീതിയിൽ ഫലസ്തീനി പിഞ്ചുമക്കളെയും അതേപോലെ സ്ത്രീകളെയും ഫലസ്തീൻ ജനതയെ തന്നെ വീർപ്പ് മുട്ടിക്കുന്ന ആ രാജ്യത്ത് ഇറാൻ്റെ ഈ ഒരു പ്രത്യാക്രമണം, അതും പെട്ടെന്നുണ്ടായ ഒരു അറ്റാക്കാണ്. അപ്പോൾ എന്നെ ഈ ഒരു സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത്, പേഴ്സണലി ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രഭാഷകനാണ്, ഒരു മുസ്ലിം സ്കോളറാണ് റഹ്മത്തുള്ള കാസിമി ഉസ്താദ്. വൈബായ, അതായത് അബ്സൻസുള്ള മറന്നു കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മൂപ്പര് പല അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വൈബിയായ അറിവുകൾ കൊണ്ട് അദ്ദേഹം പല പ്രഭാഷണങ്ങളും തുറന്നു പറയാറുണ്ട്. അത്തരത്തിലൊരു പ്രഭാഷണം, മുമ്പ് നടത്തിയ ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു ക്ലിപ്പ് നിങ്ങൾ കേട്ടു നോക്കി. എന്തൊക്കെ ലോകത്ത് നടക്കുന്ന വിഷയം വല്ല ചിന്തിത്ത. ഇപ്പോൾ ഇറാനിൽ യുദ്ധം പൊട്ടിയാൽ കഞ്ഞുകുടിയാണ് മുടങ്ങും. ഇറാനിൽ യുദ്ധം പൊട്ടിയാലടാ കഞ്ഞുകുടി മുടങ്ങും. ബ്രോസ്റ്റല്ല, കഞ്ഞുടിച്ചില്ല. മിഡിൽ ഈസ്റ്റിലെ എല്ലാ പ്രയാസവും അതിന് പറയാൻ കഴിയില്ല. ഇറാനിൽ യുദ്ധം പൊട്ടൂല, പൊട്ടിയിരിക്കും. എന്ന് നിനക്കറിയില്ല. യുദ്ധം ഉണ്ടാവും. ആ യുദ്ധത്തിൽ ഇറാൻ തകരും. ആരെ പറഞ്ഞു? ഞാനാ പറഞ്ഞു. നിങ്ങളോട് ആരെ പറഞ്ഞു? എന്നോട് മുത്തുനബി പറഞ്ഞു. മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്നോടത് മുത്തുനബി പറഞ്ഞു. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇറാനുമായി യുദ്ധം നടക്കും. അത് പാൻപം യുദ്ധമായിരിക്കും. ആ യുദ്ധത്തിന്റെ അവസാനം ഇറാൻ തകരും. പക്ഷെ ഇറാൻ മാത്രമല്ല തകരുക, മിഡിൽ ഈസ്റ്റിലെ അനവധി രാജ്യങ്ങൾ തകരും. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വർക്കപ്പറ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് ഒരു കൂട്ടർ ഇറാനെതിരെ യുദ്ധത്തിൽ വരും. അവർ ഇറാനെ തകർക്കും. പിന്നെ അവർ നിങ്ങളെ ചതിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായോ പറഞ്ഞത്? അവർ ഇറാനെ മാത്രമല്ല തകർക്കുക, അവർ കാരണം അറബ് ലോകം മുഴുവനും തകർന്നു. ഇപ്പൊ എല്ലാവരും പറയുന്നത് മഹ്ദിമാമ അടുത്ത് വരുന്നാണ്. മഹ്ദിമാമ വരുന്നല്ലടാ, ബെരണ്ടെന്ന് പറയണ. എങ്ങായി മഹ്ദിമാമ വരുന്ന് പറയുന്നേക്കാൾ നല്ല ബെരണ്ടെന്ന് പറയലാണോ? അതിന്റെ മൂല്യം എങ്ങനെ ഞങ്ങൾ പറയുന്നത്? അറബ് ലോകത്തിന്റെ മുഴുവനും അധികാര രാജ്യങ്ങൾ നഷ്ടപ്പെടാതെ മഹ്ദി പുറത്തു വരികയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ബേരണ്ടേ പറ. നമ്മളിങ്ങനെ ബ്രോസ്റ്റൊക്കെ തിന്നിങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ നമ്മളും നമ്മളെ പെണ്ണുങ്ങളും കല്യാണത്തിൽ ഇങ്ങനെ ഉടുത്തും മാറ്റി ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ മഹ്ദി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വരിക. അവിടുന്ന് കൊയലിൽ പെട്ടി ഇങ്ങനെ ഉണ്ടാക്കുക. മഹ്ദി ഇങ്ങനെ വരിക. പോയട പണി നോക്കിയിട്ട് മഹ്ദി പുറത്തു വരികയില്ല. അറബ് രാജ്യത്തിന് ഒരു രാജ്യത്തിനും അധികാരം നഷ്ടപ്പെടാതെ ഒരു രാജ്യം ഉണ്ടാവില്ല. ആര് വരുമ്പോൾ? മഹ്ദി വരുമ്പോൾ എന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ പറയല്ലടാ, ഇത് മുത്തുനബി പറയണം. ഇത് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇനിച്ച് പറയാം മഹ്ദി വരണോ വരണ്ടേ? വന്നിരിക്കും. പക്ഷേ നമ്മളിങ്ങനെ പപ്പടം പൊരിച്ച് തിന്നതിൻ്റെ അടിയിൽ വരുന്ന ആളല്ല ആര്? മഹ്ദി. കഷ്ടപ്പെട്ട അവസാനം വരുന്ന ആളാ.